ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തണുപ്പ് നിറഞ്ഞ പ്രഭാതങ്ങളും നിലാവ് പൂക്കുന്ന രാത്രികളും നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മുന്ന ആകാശവിധാനങ്ങളും പ്രകൃതിയും നമ്മോടൊപ്പം ക്രിസ്തുമസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിഷ്കളങ്കമായ സ്നേഹവും വിനയവുമാണ് ക്രിസ്തുമസിന്റെ ലളിതമായ സന്ദേശം. സ്വർഗരാജ്യത്തിലെ സകല സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് മാനവരക്ഷയ്ക്കായി ഭൂമിയിൽ ജനിച്ച യേശുവിന് ഭൂമിയിലെ സൗഭാഗ്യങ്ങൾ തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷെ അവിടുന്ന് അത് വേണ്ട എന്ന് വെച്ച് മനുഷ്യന്റെ നന്മയ്ക്കായി വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും ലാളിത്യത്തിന്റെയും മാതൃകയായ ഒരു പുൽക്കൂട്ടിൽ വെറും കന്നുകാലികൾക്കിടയിൽ അവിടുന്ന് ജനിച്ചു. ഈ ക്രിസ്മസ് കാലഘട്ടം നമ്മെ ഈ സ്നേഹത്തിലേക്കും വിനയത്തിലേക്കുമാണ് വിളിച്ചു ചേർക്കുന്നത്. കപടമായ സ്നേഹത്തിലേക്കല്ല, മറിച്ച് ശരിയായ സഹോദര സ്നേഹത്തിന്റെയും വിനയത്തിന്റെയും സന്തോഷത്തിലേക്കാണ്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ മറ്റുള്ളവരെ പരിഗണിക്കാനും കൊച്ചു കൊച്ചു കാര്യങ്ങൾ വഴി വലിയ കാര്യങ്ങൾ സാധ്യമാക്കാനും നമുക്ക് പരിശ്രമിക്കാം. വചനം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് നിങ്ങളെ ഉയർത്തും. ആമേൻ.